ഒരാൾക്ക് അവിടെയുള്ള ലെജിറ്റിമേറ്റായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക്, ഒരു പൗരന് അയാൾക്ക് നേരെ അക്രമം നടത്താം എന്ന് അവിടുത്തെ ഭരണാധികാരി പറയുമ്പോൾ, അപ്പോൾ മണിപ്പൂരും ആസാമും ഒന്നും നമുക്ക് ഭയങ്കര ദൂരെയുള്ള സ്ഥലങ്ങളല്ല. അയാൾ ഇന്ത്യക്കാരനല്ലെങ്കിൽ അയാളെ പുറത്തേക്ക് വിടുക. അയാൾ ബംഗ്ലാദേശിയാണ്, ഇന്ത്യയിൽ നിൽക്കാൻ നിയമപരമായ അവകാശമില്ലാത്ത ആളാണെങ്കിൽ അയാളെ ബംഗ്ലാദേശിലേക്ക് വിടൂ. ഈ ഗുണ്ടായുസം കാണിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആളെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യയിൽ ഒരു സാധാരണ പൗരൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട. അധികാരികളല്ല, ഒരു സാധാരണക്കാരനായ പൗരനാണ്. എൻ്റെ പേര് മുഹമ്മദ് ദീപക്. വാർത്തയിലുള്ളത് മമുക്തിയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. 2 വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. 2 ഉത്തരേന്ത്യയിൽ നിന്നാണ്. ഒന്ന് ആസാമിൽ നിന്ന്. അസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കുറച്ചു കാലമായി താൻ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിൻ്റെയും ശരിയായ പിൻഗാമിയാണ് എന്ന് തെളിയിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. രണ്ടാമത്തെ വാർത്ത ഉത്തരാഖണ്ഡിൽ നിന്നാണ്. അവിടെ ഒരു സാധാരണക്കാരായ കടക്കാരൻ, അയാളുടെ നേരെ ഉണ്ടായ ഒരു ആക്രമണം, അതിന് സാധാരണ മനുഷ്യരിൽ നിന്നുണ്ടായ ഒരു ചെറുത്തുനിൽപ്പ്. ഇത് രണ്ടും നമ്മുടെ നാടിൻ്റെ 2 മുഖങ്ങളെ കാണിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇന്ത്യക്കാരായ നമുക്ക് ആലോചിക്കാനുള്ള ഒരവസരം കൂടി ഈ വാർത്തകൾ തരുന്നുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന BJPയുടെ ആസാമിലെ മുഖ്യമന്ത്രി പണ്ടൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം 2014 വരെ കോൺഗ്രസ്സുകാരനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം BJPയിൽ ചേർന്നത്. അദ്ദേഹത്തിനെതിരെ വളരെയധികം കേസുകളുള്ളതായിട്ട് പറയുന്നു. പല കാരണങ്ങളും അദ്ദേഹം BJPയിലേക്ക് പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം അസാമിൽ BJPയിൽ ചേർന്നു. BJPയുടെ മുഖ്യമന്ത്രിയായെന്ന് മാത്രമല്ല, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്കായിട്ടുള്ള BJPയുടെ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട കാര്യദർശിയും അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്ന വർത്തമാനങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ BJPക്കാരും RSSകാരുമായ മുഖ്യമന്ത്രിമാർ പോലും പറയുന്നതല്ല നമ്മൾ കേൾക്കുന്ന. ആസാമിൽ വലിയ തോതിൽ മുസ്ലിം ജനസംഖ്യയുണ്ട്. അത് ജനസംഖ്യയുടെ ഏകദേശം 40% ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ളൊരു സംസ്ഥാനത്താണ്. അദ്ദേഹം ഹിന്ദു തീവ്രവാദം മാത്രമല്ല, ഹിന്ദു അതിതീവ്രവാദമാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അവിടെ ബംഗ്ലാദേശി മുസ്ലിങ്ങളുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങളുണ്ട് എന്നാൽ അത് വളരെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണത്. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ആസാമിലേക്ക് വളരെ എളുപ്പം കുടിയേറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ ബംഗാളികളുടെ കുടിയേറ്റമുണ്ടായിട്ടുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റമുണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ എല്ലാ മതക്കാരും ജാതിക്കാരും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യക്കാരല്ലാത്ത ബംഗ്ലാദേശിൻ്റെ അടുത്ത് അവിടെ കുടിയേറിയ ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് വിടണം എന്ന് പറയുന്നതൊക്കെ നമുക്കതിൽ പല അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ അതുപോലും ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ അവിടെ തന്നെ ജനിച്ച് ജീവിച്ച് വളർന്ന് മരിച്ചുപോയ മനുഷ്യരുണ്ട്. അവരിൽ അവിടെ തന്നെ ജനിച്ച് വീണ് അവിടെ വിദ്യാഭ്യാസം നേടി അവിടെ ഏതെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരോടുള്ള വെറുപ്പ് ഏതെല്ലാം തരത്തിലാണ് അവിടുത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് സാധാരണഗതിയിൽ നമ്മളെ അപ്സെറ്റ് ചെയ്യണം, നമ്മളെ അസ്വസ്ഥരാക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് ഇന്ത്യക്കാരല്ലാത്തവർക്ക് ഇന്ത്യയിൽ എത്രത്തോളം റോൾ വേണമെന്നുള്ളത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം അവർ ചോദിക്കട്ടെ, അതിന് നിയമപരമായ നടപടികൾ എടുക്കട്ടെ. അതിൽ നമുക്ക് ആർക്കും തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഒരു ഓട്ടോറിക്ഷക്കാരന് 5 രൂപയാണ് നിങ്ങൾ യാത്രക്കൂലി 5 രൂപയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ നിങ്ങളോട് ബഹളം വെക്കും. അതല്ലെങ്കിൽ അയാൾ പോലീസിൽ കൊണ്ടൊരു കേസ് കൊടുക്കും. അപ്പോൾ എൻ്റെ പോലീസ് നോക്കിക്കൊള്ളും, ആസാം പോലീസ് നോക്കിക്കൊള്ളും. എന്ന് വെച്ചാൽ അവിടെ ജീവിക്കുന്ന ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനെ ഉപദ്രവിക്കാനുള്ള ആഹ്വാനം അയാൾ നേരിട്ട് കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അവിടുത്തുകാരായ മനുഷ്യരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം അത് ചെയ്യുന്നതിൽ നമുക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് എനിക്ക് തോന്നുകയില്ല. പക്ഷേ അവിടെ തൊഴിൽ ചെയ്തിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ അവരെ ഉപദ്രവിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനാണ് നമ്മൾ വെറുപ്പിൻ്റെ വിതരണം എന്ന് പറയുന്നത്. ഹെയ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പുറത്തുള്ള ആൾ തടിയും തൊപ്പിയും വെച്ച ഒരാളാണെങ്കിൽ അയാളോട് നിങ്ങൾക്ക് എന്ത് അനീതിയും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് അവിടുത്തെ മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ ഇന്ത്യയിൽ അധികം കേട്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റേതായി വന്ന ഒരു AI, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വീഡിയോ, അത് അദ്ദേഹം 2 മനുഷ്യർക്കെതിരെ വെടിവെക്കുന്നതായിട്ടാണ്. അത് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാം അത് അവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മനുഷ്യരാണ് എന്നുള്ളത്. അവരെ വെടിവെക്കുന്ന
അത് അവർക്ക് നേരെ ഉന്നം പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം. പിന്നീട് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വീഡിയോ ആണ് എന്ന് വന്നു. പക്ഷെ അത് BJPയുടെ ഔദ്യോഗിക ഹാൻഡിലിൽ അത് വന്നു. വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ അത് അവിടെ നിന്ന് നീക്കം ചെയ്തു. നമ്മൾ കാണേണ്ടത് മുഖ്യമന്ത്രിയാണ് ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതോ ഒരു സംസ്ഥാനത്തെ ഏതോ ഒരു മുഖ്യമന്ത്രി എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. പണ്ട് പ്രസിഡന്റ് കെന്നഡി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് നിങ്ങൾക്കുള്ള നീതി കൂടിയാണ് നിഷേധിക്കപ്പെടുന്നത്. അത് അകലെയല്ല, അതാണ് അതിൻ്റെ പ്രശ്നം. ഒരാൾക്ക് അവിടെയുള്ള ലെജിറ്റിമേറ്റായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക്, ഒരു പൗരന്, അയാൾക്ക് നേരെ അക്രമം നടത്താം എന്ന് അവിടുത്തെ ഭരണാധികാരി പറയുമ്പോൾ, അപ്പോൾ മണിപ്പൂരും ആസാമും ഒന്നും നമുക്ക് ഭയങ്കര ദൂരെയുള്ള സ്ഥലങ്ങളല്ല. ഇത് മാത്രമല്ല, അത് നമ്മളൊരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. നമ്മൾ ഭരണാധികാരികളെ നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പോൾ പൗരന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ ശിക്ഷിക്കാനുള്ള നിയമപരമായ അധികാരവും സംവിധാനവും നമ്മുടെ നാട്ടിലുണ്ട്. അതിന് പകരം സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനൊരു വീഡിയോ ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെയാണ് എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിൽ പോകാം എന്നൊക്കെ. പിന്നെ അതിന് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അദ്ദേഹം അറിയാതെ എങ്ങനെയാണ് അപ്പോൾ ഒരു വീഡിയോ ഉണ്ടായത്? അതാണ് അതിൻ്റെ ഏറ്റവും കാതലായ പ്രശ്നം. എങ്ങനെയാണ് അറിയാതെ ഒരു വീഡിയോ ഉണ്ടാകുന്നത്? അവിടെയാണ് ഈ പ്രശ്നം. ഇപ്പം നമ്മൾ കേരളത്തിൽ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലൊരു മനുഷ്യൻ പാലക്കാട് ജില്ലയിൽ വെച്ച് ഒരാളെ ഒരു ബംഗ്ലാദേശിയാണ് എന്നുള്ള സംശയത്തിൽ ഛത്തീസ്ഗഡുകാരനെ ഒരാളെ പിന്നെ തല്ലിക്കൊന്നു. എങ്ങനെയാണത് സംഭവിക്കുന്നത്? നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ മനുഷ്യരാണ്. ഈ ഓട്ടോറിക്ഷ ഓടിച്ച് വരുന്ന അയാൾ ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ ചെയ്യുകയാണ്. അപ്പോൾ അയാൾ 5 രൂപയാണ് കൂലിയെങ്കിൽ അയാൾ ഇന്ത്യക്കാരനല്ലെങ്കിൽ അയാളെ പുറത്തേക്ക് വിടുക. അയാൾ ബംഗ്ലാദേശിയാണ്, ഇന്ത്യയിൽ നിൽക്കാൻ നിയമപരമായ അവകാശമില്ലാത്ത ആളാണെങ്കിൽ അയാളെ ബംഗ്ലാദേശിലേക്ക് വിടൂ. അതല്ലാതെ അയാൾ ഓട്ടോറിക്ഷയിൽ കയറി 5 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞ് 4 രൂപ കൊടുത്ത് പിന്നെ അയാൾ കേസിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞ് കേൾക്കാത്ത ഒരു ഇന്ത്യയുടെ ഒരു ചിത്രം ആസാമിൽ നിന്നും BJPയുടെ മുഖ്യമന്ത്രി കൊടുത്തുകൂടിയാണ്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് BJPക്കാർ പോലും ആലോചിക്കണം. അങ്ങനെയല്ല ഒരു രാജ്യം മുമ്പോട്ട് പോവുക. അങ്ങനെ പൗരന്മാരെ തമ്മിൽ ഭീകരമാംവിധം ഉപദ്രവിച്ചിട്ട് അല്ല ഒരു രാജ്യം മുമ്പോട്ട് പോവുക. നമ്മൾ ഇതിൻ്റെ വേറൊരു ചിത്രമാണ് കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ നിന്ന് വന്നത്. അവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ബാബ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ തുണിക്കട കോട്ട്വാൾ എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമത്തിൽ. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണ്. അത് വിചിത്രമായിട്ടുള്ള, അതിനെക്കുറിച്ചുള്ള പല വിമർശനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ആ സംസ്ഥാനത്തെ അവിടെ ഒരു ചെറിയ ടൗണിലെ ഒരു അതിഭംഗിയുള്ള സ്ഥലമാണ് എന്നുള്ളതാണ് അവിടെ പോയിട്ടുള്ള ആളുകൾ പറയുന്നത്. അവിടെയുള്ള ഒരു ചെറിയ തുണിക്കട അവിടുത്തെ ബാബ എന്ന് പേരിട്ടു. അപ്പം അവിടുത്തെ വിശ്വ പരിഷത്ത് ബജരംഗ് ദളിൻ്റെ ആളുകൾക്കൊരു പ്രതിഷേധം. അവിടുത്തെ ഒരു ക്ഷേത്രത്തിലെ ഒരു ഡേറ്റി, അവിടുത്തെ ദേവൻ്റെ പേരാണ് ബാബ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആ പേരിടാൻ പാടില്ല എന്നുള്ളതാണ്. ബാബ എന്നുള്ളത് വളരെ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അധികം ഉപയോഗിക്കുന്നൊരു വാക്കാണ് ബാബ എന്നുള്ളത്. അപ്പോൾ ആ പേരിട്ടുള്ള ഒരു കട അവിടെ പാടില്ല എന്നുള്ളതാണ് അവർ കുറച്ച് കാലമായി അതിനെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം കട അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അദ്ദേഹം ആ കട അവിടുന്ന് മാറ്റി. പക്ഷെ ബാബ എന്നുള്ള പേരിട്ട്, കാരണം ആ തുണിക്കട അദ്ദേഹം എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാബ എന്നുള്ള പേരിൽ. നമുക്കറിയാം, ഒരു കടയ്ക്കൊരു പേരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും പുറത്തൊക്കെ പ്രത്യേകിച്ച് ആ ഇന്ന കട എന്നുള്ളതാണ് ആ കടയിൽ, അതാണ് റെഫറൻസ്, അതാണ് അതിൻ്റെ ബ്രാൻഡ്. ആ ബ്രാൻഡ് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ കച്ചവടം മുഴുവൻ പോകും. ആ കച്ചവടം ചെയ്താണ് അയാൾ ജീവിക്കുന്നത്. ആ കടയുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞു. ഒരു ദിവസം ഈ ബജരംഗികൾ അവർ വന്നു, അക്രമം നടത്താൻ വേണ്ടിയിട്ടാണ് ഷോപ്പിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ ദീപക് എന്ന് പറയുന്ന അത് തൊട്ടപ്പുറത്ത് ജിംനേഷ്യം നടത്തിക്കൊണ്ടിരുന്ന ആൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അയാൾ ചങ്ക് വിരിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഭീരുക്കളായ ബജരംഗികൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേര്? പോകുന്നതിന് മുമ്പ് അവരിത് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പേര് മുഹമ്മദ് ദീപക് കുമാർ എന്നാണ് അയാളുടെ ശരിക്കുള്ള പേര്. പക്ഷേ അയാൾ പറഞ്ഞു, എൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞു. ആ പേര് അയാളുടെ നിപ്പും കണ്ടു കഴിഞ്ഞപ്പം ഇവർ സ്ഥലം വിട്ടു. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഭീരുക്കളായ മനുഷ്യരാണിവർ. ഈ പാവപ്പെട്ട മനുഷ്യരെ, ഒരു ചെറിയ കട നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോകണമെങ്കിൽ അവരെന്തുമാത്രം ഭീരുക്കളാണ് നമ്മൾ ആലോചിച്ചു. 2, ഈ വെറുപ്പിനെ നേരിട്ടാൽ ഓടിപ്പോവും. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അതിനുള്ള ആളുകളുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ദീപക് കുമാർ എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, ഞാൻ ഒരു ഹിന്ദുവാണ് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്.
അദ്ദേഹം വെറുതെ പറയുന്നതല്ല. ഞാനൊരു ഹിന്ദുവാണ്, ഐ എം എ ഹിന്ദു ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈ റിലീജിയൻ. എൻ്റെ മതത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ മതത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഹിന്ദു മതത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ ചെന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും അഭയമരുളിയ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയുടെ രൂപത്തിലാണ് അവിടെ ചെല്ലുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്, ഹിന്ദു മതത്തെക്കുറിച്ച് പറയുന്നത് ഏറ്റവും സഹിഷ്ണുതയുള്ള മതം എന്നുള്ള അഭിമാനം അത് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾക്കുമുണ്ട്, എല്ലാ നാട്ടിലുള്ള ഹിന്ദുക്കൾക്കുമുണ്ട്, ദീപക് കുമാറിനുമുണ്ട്. എൻ്റെ മതത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ വെറുപ്പ് കൊണ്ടു നടന്നാൽ എങ്ങനെയാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുക? അതാണ് ദീപക് കുമാറിൻ്റെ ചോദ്യം. ഇപ്പോൾ ദീപക് കുമാറിന് തന്നെ വലിയ തിരിച്ചടി വന്നിട്ടുണ്ട്. അദ്ദേഹം ജിംനേഷ്യം നടത്തുകയാണ്. 150 പേര് വന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ജിംനേഷ്യത്തിൽ ഇപ്പോൾ 15 പേരേ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ അദ്ദേഹത്തെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിസൈഡ്സ് അത് മാത്രമല്ല അതിൻ്റെ പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഈ വെറുപ്പ്, നമ്മൾ വിചാരിക്കരുത് ഈ രാജ്യം നമ്മൾ ഈ വെറുപ്പിൻ്റെ വിതരണക്കാർക്ക് വേണ്ടി മാത്രമായി നമ്മൾ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നമ്മൾ കേൾക്കുന്നത് ഏതോ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന മലനിരകൾ മാത്രമുള്ള ഒരു സംസ്ഥാനത്തെ, ഒരു ഹിമാലയൻ സംസ്ഥാനത്തെ BJP അവരുടെ പ്രത്യേകതര നിയമങ്ങൾ കൊണ്ടുവന്ന് ഭരിക്കുന്ന ഒരു നാട്ടിൽ, അവിടെയുള്ള ഒരു ചെറിയ ടൗണിൽ ഈ ഗുണ്ടായുസം കാണിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആളെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യയിൽ ഒരു സാധാരണ പൗരൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട. അധികാരികളല്ല, ഒരു സാധാരണക്കാരനായ പൗരനാണ്. എൻ്റെ പേര് മുഹമ്മദ് ദീപക്. എന്നാൽ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം 9/11 ശേഷം ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു ക്യാമ്പയിൻ നടന്നു, ഐ ആം എ മുസ്ലിം. എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യർ ഐ ആം എ മുസ്ലിം എന്ന് പറഞ്ഞു വന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് പേരിൽ മാത്രം വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്കൊപ്പമാണ് ഞങ്ങൾ എന്നുള്ളതാണ്. അതല്ലാതെ അവർ ഇസ്ലാമിൻ്റെ തിയറികൾ അംഗീകരിച്ചിട്ടല്ല. മുസ്ലിമായിട്ടുള്ളൊരു മനുഷ്യനെ അയാൾ മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് വേട്ടയാടാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കും എന്നുള്ള വർത്തമാനമാണ് അവർ പറഞ്ഞത്. ആരോ ഒരാൾ, ഏതൊക്കെയോ ഒരു കൂട്ടം, ISISൻ്റെ ആൾക്കാർ, അന്ന് നമുക്കറിയാം ബിൻ ലാദൻ്റെ കൂട്ടരാണ് ഈ പണി ഒപ്പിച്ച് വെച്ചത്. അവർ അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അതിനുള്ള മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമില്ല എന്നുള്ള പ്രഖ്യാപനമായിരുന്നു. നമ്മളിപ്പം ഉത്തരാഖണ്ഡിൽ ആ ഗ്രാമത്തിൽ നിന്നും കേൾക്കുന്ന അതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മുസ്ലിം എന്തെങ്കിലും ചെയ്തതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അതിനെ താത്വികമായിട്ട് നേരിടുക. അതല്ലാതെ നിങ്ങൾ ആദ്യം കാണുന്ന മുസ്ലിം അല്ല അതിന് ഉത്തരം പറയേണ്ടത് എന്നുള്ള മറുപടി പറയാൻ ആ വില്ലേജിൽ ഒരാളുണ്ടായിരുന്നു എന്ന് അതാണ് ശരിയായ, നമ്മുടെ രാജ്യം ഒട്ടും കെട്ടുപോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഉറപ്പാണത്. നമ്മൾ കൂടി ചിന്തിക്കണം. നമ്മൾ കേരളത്തിലിരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നമുക്ക് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം എന്തോ നമുക്കിത് വെറുതെ കിട്ടിയതാണെന്നും ഇത് ലോകത്തിലെ എല്ലാ കാലത്തേക്കും ഇതുണ്ട് എന്നുള്ള തോന്നൽ പലപ്പോഴും ഉണ്ട്. പല സമുദായത്തിൽ നിന്നും നമ്മൾ ഈ വർത്തമാനങ്ങൾ കേൾക്കാറുണ്ട്. അതല്ല സത്യം. നമ്മൾക്കിന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിയതാണ്. വലിയ ജാഗ്രതയോടുകൂടി നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ രക്ഷിക്കുകയും വേണം. അതുകൊണ്ട് എവിടെയെങ്കിലും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പോലും ഏതെങ്കിലും ഒരാൾക്കെതിരെ അനീതി നടന്നു കഴിയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള തൻ്റെ ഇടം അതിന് ഉണ്ടായേ പറ്റൂ. അങ്ങനെയുള്ള മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണേണ്ടത്. ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അധികാരം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷത്തെ ഭീഷണിപ്പെടുത്തുമ്പോൾ വേറൊരു സ്ഥലത്ത് ഒരധികാരവുമില്ലാത്തൊരു സാധാരണ പൗരൻ എണീറ്റ് നിന്നിട്ട് അയാൾ പറഞ്ഞ ഈ അനീതി, ഇതൊരു അനീതിയാണ്, ഈ അനീതി കൊണ്ട് ഈ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളതിനെ എതിർക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. ഈ രണ്ട് ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാണ്. ഇതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഇത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന, ഇത് നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കാണ് എന്നുള്ള ഉറപ്പ്, അത് നമ്മൾ ഓരോരുത്തർക്കുമുള്ള ഉറപ്പാണ്. അതിനെതിരെ ഉയർന്ന ഓരോ വെല്ലുവിളിയും ഓരോ മനുഷ്യർക്ക് നേരെ വെല്ലുവിളിയാണ്. ഇത് നമ്മൾ വിചാരിക്കരുത് ഇത് അസാമിലെ മനുഷ്യരെ സംബന്ധിച്ചുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലെ മനുഷ്യരെ സംബന്ധിച്ച് വെല്ലുവിളി. നമുക്കെല്ലാവർക്കും ആകാൻ സാധിക്കേണ്ടത് ഈ ദീപക് കുമാറിനെ പോലുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ്. നമ്മൾ ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്നുള്ളതല്ല. നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന, എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എല്ലാ പൗരന്മാർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള വലിയ ജനാധിപത്യ സമരത്തിൽ ആളുകൾ അതിൻ്റെ അകത്തേക്ക് വന്നേ പറ്റൂ. ഇത്തരം ഈ ഹിമാന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന അദ്ദേഹം, നമ്മളൊരു കാര്യം കൂടി ഓർക്കണം, ഇന്ത്യയിൽ പല BJP മുഖ്യമന്ത്രിമാരുമുണ്ട്. അവരാരും പറയാത്ത തരത്തിലുള്ള വർത്തമാനമാണ് അസാമിലെ മുഖ്യമന്ത്രി പറയുന്നത്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള BJP നിശ്ചയിച്ചിട്ടുള്ള പല ഗവർണർമാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അധികം
കൻറ്റാങ്ക്രസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും അധികം മര്യാദ കെട്ട് പെരുമാറിയത് നമ്മുടെ തൊട്ട് മുമ്പ് ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ ആരിഫ് മുഹമ്മദ് ഖാൻ ശരിക്കും BJP-കാരനല്ല. അദ്ദേഹം പല പാർട്ടികളിൽ നടന്ന് ഇന്ത്യയിൽ വേറെ ഇനി പോകാൻ പാർട്ടിയില്ലാതെ വന്നിട്ട് അവസാനം അദ്ദേഹം BJP-കാരനായ ആളാണ്. അദ്ദേഹം കേരളത്തിലെ സംവിധാനത്തിലുണ്ടാക്കിയ അത്രയും ക്ഷീണം വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് RSSനോടുള്ള അദ്ദേഹത്തിൻ്റെ വിധേയത്വം കാണിക്കാൻ വേണ്ടി അദ്ദേഹം പല കോമാളിത്തരം കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം വന്നിരിക്കുന്ന RSSകാരനായ ഗവർണർ പോലും കാണിക്കാത്ത തരത്തിലുള്ള പണികളാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നത്. ഇതേ കാര്യം തന്നെയാണ് എനിക്ക് ഹിമാന്ത ബിശ്വ ശർമ്മയെക്കുറിച്ചും തോന്നിയിട്ടുള്ളത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ മുഴുവൻ കോൺഗ്രസ്സുകാരനായിട്ട് ഏറ്റവും അവസാനം കോൺഗ്രസുമായിട്ട് എന്തോ ധാരണ പ്രശ്നത്തിൻ്റെ പുറത്ത് അദ്ദേഹം പോയി BJP ആയി. ഇപ്പം BJP-കാരോ RSSകാരോ ബജരംഗ് ദംഗികളോ പോലും പറയാത്ത തരത്തിലുള്ള വർത്തമാനം അദ്ദേഹം ആസാമിൻ്റെ മുഖ്യമന്ത്രിയെ, തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ ഭരണഘടനാ സ്ഥാനത്തിരുന്ന് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രവണതകൾ നമ്മുടെ നാട്ടിലുണ്ട്. വെറുപ്പിന് ഒരു വിപണന ഒരു മൂല്യമുണ്ട് എന്നവർ കണക്കാക്കിയിട്ടുണ്ട്. അതിന് വിപണിയുണ്ട്, അതിന് വാങ്ങാൻ ആളുണ്ട്, അതിന് ഉപഭോക്താക്കളുണ്ട് എന്ന് കണക്കാക്കിയിട്ടുള്ള ആളുകളുണ്ട്. അത് ശരിയല്ല എന്ന് പറയുന്ന ദീപകുമാറിനെ പോലെയുള്ള ആളുകളുണ്ട്. നമ്മുടെ ചോയ്സാണ് നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം മറക്കേണ്ടതില്ല, ഇത്തരം ചോദ്യങ്ങൾ, ഹിമാന്ത ബിശ്വ ശർമ്മയുടെ പോലത്തിലുള്ള വർത്തമാനങ്ങൾ, ഉത്തരാഖണ്ഡിലെ കോട്ട്വാളിലെ ബജരംഗ് ദംഗികളെ പോലുള്ള ആളുകളുടെ വർത്തമാനങ്ങൾ, അത് നമ്മളുടെ അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ചെറുക്കുക എന്നുള്ളത് ജനാധിപത്യവും ഭരണഘടനയും നമുക്ക് നൽകുന്ന അവകാശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ ചെറുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വിചാരിക്കരുത് ഇത് വേറേതോ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് എന്നതല്ല. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളൊരിക്കൽ ചർച്ച ചെയ്തതാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത വർത്തമാനങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഒരിക്കലും ഒരു മുഖ്യമന്ത്രി തൻ്റെ ജനങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത വർത്തമാനങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വർത്തമാനങ്ങൾ ശരിയല്ല എന്ന് ഉറച്ചു നിന്ന് പറയുന്ന പൗരന്മാരുടെ ശബ്ദവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചോയ്സാണ് നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളത്.